അങ്ങനെ നാം മിനയിൽ എത്തുകയാണ്. മിനയിലെത്തിയാൽ നാം ചിന്തിക്കണം, മിന പ്രദേശം ചരിത്രമുറങ്ങുന്ന ഭൂമിയാണ് അല്ലേ? മഹാന്മാരായ പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വഴങ്ങി ത്യാഗ ചരിത്രങ്ങൾ രചിച്ച പുണ്യഭൂമിയാണല്ലോ ഇത്. അതെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ത്യാഗസുരഭിലമായ പരീക്ഷണങ്ങൾ നടന്ന ഇതിഹാസ മണ്ണ്. ആ ഇതിഹാസ മണ്ണിലേക്ക് നാം കടന്നാൽ, അവിടെ എത്തിയാൽ പറയണം, അവിടെ ചൊല്ലൽ സുന്നത്തുണ്ട്. അല്ലാഹുമ്മ ഹാദിഹി മിനൻ വഹാദാ മാ ദല്ലൽതനാ അലൈഹി മിനൽ മനാസികി ഫമുന്ന അലൈനാ ബിജവാമിഇൽ ഖൈറാത്ത് വബിമാ മനൻത ബിഹി അലാ ഇബ്രാഹീമ ഖലീലിക വമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിക വബിമാ മനൻത ബിഹി അലാ അഹ്ലി ത്വാഅതിക ഫഇന്നി അബ്ദുക വനാസിയതി ബിയദിക ജിഅതു ത്വാലിബൻ മർളാതിക. അല്ലാഹ്, ഇത് മിനയാണ്. നീ അറിയിച്ചു തന്ന ഹജ്ജ് കർമ്മങ്ങളാണല്ലോ ഇതെല്ലാം. നന്മകളുടെ സംയോജിതങ്ങളെ എനിക്കു നീ അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും നിന്റെ അനുസരണശീലദാസന്മാർക്കും നീ അനുഗ്രഹിച്ചതുപോലെ ഞാൻ നിന്റെ വിനീതനായ അടിമയാണ്. ഞാൻ നിന്റെ നിയന്ത്രണത്തിലാണ് അല്ലാഹ്. നിന്റെ പൊരുത്തം കാക്ഷിച്ചുകൊണ്ടാണ് ഞാൻ വന്നത് എന്നർത്ഥമുള്ള ഈ ദിക്ർ മിനയിലെത്തിയാൽ നാം ചൊല്ലണം. അങ്ങനെ മിനയിലിറങ്ങി ദുൽഹജ്ജ് 8 ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, പിറ്റേ ദിവസത്തെ സുബ്ഹി, അതായത് ദുൽഹജ്ജ് 9 അന്നുള്ള സുബ്ഹി, ഈ 5 നിസ്കാരങ്ങൾ മിനയിൽ വെച്ച് നിർവഹിക്കണം. അതാണ് സുന്നത്ത്. 5 നിസ്കാരങ്ങളും മിനയിൽ വെച്ച് നിർവഹിക്കലാണ് സുന്നത്ത്. അവിടെ തന്നെ നമുക്ക് സാധിക്കുമെങ്കിൽ മിനയിലെ ജംറത്തുൽ ഊലയുടെ അടുത്തുള്ള മസ്ജിദുൽ ഖൈഫ്, അവിടെ പോയി 5 നിസ്കാരങ്ങൾ നിർവഹിക്കലാണ് ഏറ്റവും ഉത്തമം. ഈ പള്ളിയിൽ വെച്ചാണ് അള്ളാഹുവിൻ്റെ ഹബീബ് 5 വക്ത് നിസ്കാരം നിർവഹിച്ചത്. മൂസാ നബി അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള 70 നബിമാർ അവിടെ വെച്ച് നിസ്കരിച്ചതായി ചരിത്രം പഠിപ്പിക്കുകയാണ്. 70ഓളം നബിമാരുടെ മക്ബറകൾ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. വലിയ മഹത്വമുള്ള സ്ഥലമാണ്. അതേ, ഇന്നത്തെ സാഹചര്യത്തിൽ 5 നേരത്തെ നിസ്കാരം ആ പള്ളികളിൽ പോയി നിസ്കരിക്കൽ അത് നമുക്ക് പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ മിനയിലുള്ള നമ്മുടെ തമ്പുകളിൽ വെച്ച് തന്നെ നമുക്ക് നിസ്കാരങ്ങൾ നിർവഹിക്കപ്പെടാം. അതോടുകൂടി ഒരു 2 റക്അത്ത് നിസ്കാരമെങ്കിലും ഈ പള്ളിയിൽ പോയി, മസ്ജിദുൽ ഖൈഫിൽ പോയി നിസ്കരിക്കാൻ നാം സമയം കണ്ടെത്തണം. അവിടെ പോയി നിസ്കരിക്കണം. അത് നമുക്ക് കഴിയുന്നതാണ്. നമ്മുടെ മിനാ താമസത്തിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ആ പള്ളിയിൽ നാം പോവണം, അവിടുന്ന് നിസ്കരിക്കണം. അവിടെ തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് നിസ്കരിച്ച സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് സൗകര്യപ്പെടും. അവിടെ പോയി നമുക്ക് നിസ്കരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ നിലക്ക് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഓരോ ചുവടുവെപ്പും വളരെ ശ്രദ്ധയോടെ എന്തെല്ലാം അമലുകൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ, എത്രമാത്രം ഖൈറാത്തുകൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്ത് നാം നമ്മുടെ മനസ്സ് ശുദ്ധീകരിച്ച് അതേ അറഫാ സംഗമത്തിന് വേണ്ടി റെഡിയാവുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു ഈ നിലക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് ഹജ്ജ് നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ഉംറകൾ നിർവഹിക്കാൻ, അള്ളാഹുവിൻ്റെ ഹബീബിനെ അതുപോലെ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.